നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വെങ്ങണിശ്ശേരി ഗുരുകുലം പബ്ലിക് സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. ഗുരുകുലോത്സവം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എഴുത്തുകാരൻ MD രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി ചേർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. അഖില കേരള ധീവര സഭ സംസ്ഥാന കൗൺസിലർ ജോഷി ബ്ലാങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. പാർലം പഞ്ചായത്തിൽ ആയുഷ് യോഗ വിദ്യാർത്ഥി കൂട്ടായ്മ 2ാം വാർഷികവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ചേർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണി ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വെങ്ങണിശ്ശേരി ഗുരുകുലം പബ്ലിക് സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. ഗുരുകുലോത്സവം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എഴുത്തുകാരൻ MD രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു ശിവഗിരി പോയി ശിവഗിരിയെ പോലെ തന്നെ ആരും കൈയടിക്കാത്ത ശിവഗിരിയുടെ ഒരു സ്ഥലമുണ്ട് കേരളത്തിൽ. അപ്പോൾ ആ ശിവഗിരിക്ക് തത്തുല്യമായ ഒരു സ്ഥലമാണ് തൃശ്ശൂരിലെ ഈ സ്കൂളും. ഗുരുദേവൻ്റെ പ്രതിമ കണ്ടു, അതിന് മുമ്പിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രസന്നമായ മുഖത്തോടു കൂടിയ സ്റ്റാഫിനെ കണ്ടു, കുട്ടികളെ കണ്ടു. ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ആലോചിച്ചു, ഞാൻ എന്താണ് ഇവരോട് പറയേണ്ടത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാജി എന്നോട് പറഞ്ഞു, പാട്ട് പാടണമെന്ന്. ഹിമാചല സഖ്യസാനുക്കളിൽ വിത്തുവിതയ്ക്കരുതേ, വർഗീയ വിത്തുവിതയ്ക്കരുതേ. കുറിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും. വിപുലമായ പരിപാടികളോടെയാണ് സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KB ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. മാനേജർ PV ഷാജി, പ്രിൻസിപ്പൽ M കൃഷ്ണമൂർത്തി, പ്രധാനാധ്യാപിക ബീന കൃഷ്ണമൂർത്തി, പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, പഞ്ചായത്ത് അംഗങ്ങളായ സിബി സുരേഷ്, സ്കൂൾ ട്രഷറർ അഡ്വക്കേറ്റ് KS രഘുനാഥൻ, ജോയിന്റ് സെക്രട്ടറി MK ശിവദാസൻ എന്നിവർ സംസാരിച്ചു. ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ചലച്ചിത്രതാരം ജിതിൻ ബാബു ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ആ കാര്യം ഏറ്റെടുത്തു. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് കുറച്ച് കുട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അഭിനയത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. ഞാൻ സ്വന്തമായിട്ടൊരു കാര്യം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാൽ കുറച്ച് നാൾ ഞാൻ കുട്ടികളെ ട്രെയിൻ ചെയ്തെങ്കിലും പതിയെ അത് സംഭവിക്കാതെ പോയി. പല കാരണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കതിൽ അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ആദ്യമായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം നടക്കാതെ പോയല്ലോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് വളരെ സങ്കടമായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ആ കഥയെല്ലാം ഇപ്പം അതേ സ്ഥലത്ത് വന്നിരുന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അത് മുടങ്ങിപ്പോയതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ PV ഷാജി, പ്രിൻസിപ്പൽ M കൃഷ്ണമൂർത്തി, പാറളം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജെയിംസ് P പോൾ, സ്കൂൾ വൈസ് ചെയർമാൻ KB ഹരിദാസ്, ട്രഷറർ KS രഘുനാഥൻ, ജോയിന്റ് സെക്രട്ടറി MA സത്യൻ എന്നിവർ സംസാരിച്ചു. ഹിന്ദു ഐക്യവേദി ചേർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. അഖില കേരള ധീവര സഭ സംസ്ഥാന കൗൺസിലർ ജോഷി പ്ലാങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. പരസ്യമായിട്ട് അധിക്ഷേപിക്കുക, ഞാൻ പറയുന്നു ഓൺ ദ സ്പോട്ടിൽ അവനെ
അവൻ്റെ ചെള്ളയ്ക്കൊന്നും കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഭാഷ പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും അത്? സത്യം പറഞ്ഞാൽ സംഭവിക്കേണ്ടായിരുന്നു. ഈ പറയുന്ന രാഹുൽ ഗണ്ഡിയുടെ മോന്തയ്ക്ക് ആ സ്ത്രീ ആ പെൺകുട്ടി ഒന്ന് അടിച്ചിരുന്നെങ്കിൽ അത് ചരിത്രമായാണ് സത്യം പറഞ്ഞത്. പക്ഷെ ആദ്യമായിട്ട് MP ആയി വന്നിട്ട് ഇയാളാണെങ്കിൽ 10-20 വർഷമായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ പ്രധാനമന്ത്രി ആവാൻ. വർഷത്തിലായി പാർലമെന്റിൽ ഇരിക്കുന്നു, ഇപ്പൊ പ്രധാനമന്ത്രിയാവെന്ന് പറഞ്ഞിട്ട് അവൻ ചിന്തിക്കുന്നത് 54 MP മുമ്പുണ്ടായിരുന്നുള്ളൂ, ഇപ്രാവശ്യത്തെ ഇരട്ടിയാലോ, എന്നാലും ഇങ്ങനെ തന്നെ പ്രധാനമന്ത്രി ആക്കണെന്നാണ് അവൻ ചിന്തിക്കുന്നത്. നടക്കില്ല. അപ്പോ നടക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെന്താ മാർഗം? നമുക്കായാലും നടക്കാത്ത കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ ആകുമ്പോൾ നമുക്കൊരു ഒരു തരം പ്രാന്തുണ്ടാവില്ലേ? ഇതാണ് സംഗതി. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിലാണ് ഭാരതത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ കടന്നുപോയത്. വഖഫ് പ്രശ്നം, പൂരം പ്രതിസന്ധി, ക്ഷേത്രാചാര ലംഘനം എന്നിവയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഗോപി പഴയാറ്റിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ, ജില്ലാ പ്രസിഡന്റ് ബാലൻ പണിക്കശ്ശേരി, KPMS തായംകുളങ്ങര ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണൻ, NSS പെരുമ്പിളിശ്ശേരി കരയോഗം സെക്രട്ടറി M രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പാർലം പഞ്ചായത്തിൽ ആയുഷ് യോഗ വിദ്യാർത്ഥി കൂട്ടായ്മ 2ാം വാർഷികവും ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് യോഗ ക്ലാസ്സിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് 15 വാർഡുകളിലും 8 വാർഡുകളിലും യോഗ പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലബ്ബ് 15 വാർഡുകളിൽ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് 8 വാർഡുകളിലാണ് ലൈവായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 15 വാർഡുകളിലെയും ഇത് പരിശീലനം തുടങ്ങാൻ നമുക്ക് കഴിയും. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാവരും ആശംസകൾ നേരുന്നു. ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ യോഗയുടെ നിങ്ങളുടെ പരിശീലനത്തിന് എപ്പോഴും ഞങ്ങളുടെ സ്റ്റേജിൽ നിന്ന് നോക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മയുടെ നിങ്ങൾ കിടന്നിട്ടുള്ള ആ ഒരു യോഗ അഭ്യാസത്തിൽ അതിലൂടെ ഞാനെല്ലാം പുറത്തേക്ക് ആശിച്ചോട് പറഞ്ഞു, അമ്മ നിങ്ങളെല്ലാവരും ചെയ്യുമ്പോൾ ഒരു നിമിഷം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പ്രായമായതുകൊണ്ട് ഞാൻ ആശിച്ചോട് പറഞ്ഞു, അമ്മയ്ക്ക് വയ്യാണ്ടായിട്ടാണ് അവൾക്ക് എടുക്കുന്നത്. പക്ഷെ എല്ലാവരെക്കാളും ഭംഗിയായിട്ട് തന്നെ അമ്മ ചെയ്തിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ ഒരു കൂട്ടായ്മ, പരസ്പര സഹവർത്തിത്വം, സഹകരണ മനോഭാവം, മാത്രമല്ല ആത്മീയവും ശാരീരികവുമായ എല്ലാ നമുക്ക് ഒരു ഫീൽ ചെയ്യുന്ന നമ്മുടെ യോഗ ക്ലാസ്സിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് തുടങ്ങി വെച്ച ആളുകളെല്ലാം ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. ആളുകളെ എല്ലാവരും കൂട്ടായി കൊണ്ടുവന്ന് ഈ യോഗ ക്ലാസിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അത് തന്നെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇതിനെ മുന്നോട്ട് എന്ന ഒരു ആശയത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇന്ന് കാണുന്ന ഈ കൂട്ടായ്മ. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യാനന്ദനൻ, ജെയിംസ് പി പോൾ, K പ്രമോദ്, പഞ്ചായത്ത് അംഗങ്ങളായ KK മണി, ജൂബി മാത്യു, PK ലിജീവ്, സുബിത സുഭാഷ്, സുബി സുരേഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CV സോണി, ആഘോഷ കമ്മിറ്റി കൺവീനർ KU സുരേഷ്, യോഗ പരിശീലകൻ KK ബിജോഷ് എന്നിവർ സംസാരിച്ചു. ചെർബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണി ക്യാമ്പ് സംഘടിപ്പിച്ചു. അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഓഫീസറിന്റെയും ചെർബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസറിന്റെയും നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ ഹസീന അക്ബർ അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ CD മാലിനി, എഞ്ചിനീയർ ബീന ഫ്രാൻസിസ്, സീനിയർ മെക്കാനിക് C കേശവൻ എന്നിവർ സംസാരിച്ചു. CPIM ഒല്ലൂർ ഏരിയ സമ്മേളനത്തിന് പുത്തൂർ മരോട്ടിച്ചാലിൽ തുടക്കം. ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളന നഗറിൽ മുതിർന്ന അംഗം കോനിക്കര പ്രഭാകരൻ പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ MN രാജേഷ്, NN ദിവാകരൻ, KV സജു, KS റോസൽ രാജ്, ഷീല മനോഹരൻ എന്നിവരടങ്ങുന്ന പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ഷാജൻ, PK ചന്ദ്രശേഖരൻ, KV നഫീസ എന്നിവർ പങ്കെടുക്കുന്നു. 8 ലോക്കലുകളിൽ നിന്നായി ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം 149 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ക്രിസ്മസിനെയും ന്യൂ ഇയറിനെയും വരവേൽക്കാൻ തൃപ്രയാർ ഇഷാറ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുങ്ങി. ഷോറൂമിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് തുടക്കമായി.
ഡിസംബർ 20 മുതൽ 2025 ജനുവരി 16 വരെ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സമ്മാനം കരസ്ഥമാക്കാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. Wish you Merry Christmas and a Happy New Year. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് ട്രീ ഓഫർ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡിസംബർ 20 മുതൽ ജാനുവരി 15 വരെ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഇഷ്ടമുള്ളൊരു ഗിഫ്റ്റ് കൂപ്പൺ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്ന സമ്മാനങ്ങളും കരസ്ഥമാക്കാം. കൂടാതെ ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഡയമണ്ട് നെക്ലേസ് സമ്മാനമായി നൽകുന്നു. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ 20 മുതൽ ജനുവരി 31 വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഈ ഡയമണ്ട് നെക്ലസ് ബമ്പർ സമ്മാനമായി നൽകുന്നു. ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം, PRO ഉബൈദു എന്നിവർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേർന്നു. വല്ലച്ചിറ സെന്റ് തോമസ് ഹൈസ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. വല്ലച്ചിറ ഹോളി ഫാമിലി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കൊപ്പമാണ് ക്രിസ്മസ് ആഘോഷവും ബോൺനതാലയും ആഘോഷിച്ചത്. വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നിച്ച് ഘോഷയാത്രയോടെയാണ് ഹോളി ഫാമിലി സ്കൂളിൽ എത്തിച്ചേർന്നത്. തുടർന്ന് 2 സ്കൂളുകളിലെയും കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. സെന്റ് തോമസിലെ കുട്ടികൾ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് സ്നേഹോപഹാരങ്ങളും ആശംസാ കാർഡുകളും മധുരപലഹാരങ്ങളും നൽകി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സന്തോഷ് ജേക്കബ്, ഹെഡ് മിസ്ട്രസ് AJ പ്രിൻസി, ഹോളി ഫാമിലി ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഗ്രേസ് മരിയ എന്നിവർ നേതൃത്വം നൽകി. ചേർപ്പ് ശ്രീശങ്കര ശിശുവിദ്യാ മന്ദിരത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചു. പ്രധാന അധ്യാപിക VG രാഗി ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി ശൈലജ സംസാരിച്ചു. കേക്ക് മുറിച്ചും ബിരിയാണി വിളമ്പിയും കലാപരിപാടികൾ സംഘടിപ്പിച്ചുമായിരുന്നു ആഘോഷ പരിപാടികൾ. താനം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു. പുത്തൻപീടിക സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടികൾ ആവണങ്ങാട്ടിൽ കളരിയിലെ അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. ജോസ് വള്ളൂർ മുഖ്യാതിഥിയായിരുന്നു. അംഗൻവാടി സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി MP ഷാജി, ഹെഡ് മിസ്ട്രസ് ഷിജി സൈമൺ, അംഗൻവാടി വർക്കർമാരായ KB അഞ്ജു, സതീരംഗൻ, ആശാ വർക്കർ സുശീല രാജൻ, പ്രോഗ്രാം കൺവീനർ രേണുക റിജു, മജീദ് പോക്കാക്കിലത്ത്, കാഞ്ചന ധർമ്മരാജൻ, ലൂയിസ് താണിക്കൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും വിദ്യാർത്ഥികൾക്ക് സ്നേഹസമ്മാനങ്ങൾ കൈമാറലുമുണ്ടായി. റിജു കണക്കന്തര, ശാന്താകുമാരി കല്ലാറ്റ്, NS ഉഷ, ജോളി തണ്ടാശ്ശേരി, AV ആനി, വിൻസെന്റ് കുണ്ടുകുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മയുടെ 11ാമത് പകൽ വീട് ഞായറാഴ്ച നടക്കും. ബോധവൽക്കരണ ക്ലാസ്, സൗജന്യ പ്രഷർ, ഷുഗർ പരിശോധന, ക്രിസ്തുമസ് ആഘോഷം എന്നിവ നടക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വെങ്ങണിശ്ശേരി ഗുരുകുലം പബ്ലിക് സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. ഗുരുകുലോത്സവം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എഴുത്തുകാരൻ MD രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. അഖില കേരള ധീവര സഭ സംസ്ഥാന കൗൺസിലർ ജോഷി ബ്ലാങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. പാർലം പഞ്ചായത്തിൽ ആയുഷ് യോഗ വിദ്യാർത്ഥി കൂട്ടായ്മ 2ാം വാർഷികവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും സംഘടിപ്പിച്ചു.
പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണി ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.